ഇപ്പോൾ ഒരു 100 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതിയാലും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ലോസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കുന്നവർ ഒരു 100 രൂപയ്ക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ അവർ നോക്കുമ്പോൾ പേപ്പറിൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷെ അത് റിയൽ ആയിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ പുറകിലുള്ള ഷിപ്പിങ്ങിൻ്റെ ചാർജ്, കമ്മീഷന്, റിട്ടേണിൻ്റെ ലോസ്, പാക്കിങ്ങിൻ്റെ ചാർജസ്, പിന്നെ സ്റ്റോറേജ് കോസ്റ്റ്. ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആമസോണിൻ്റെ വെയർഹൗസ് വഴിയാണ് സെയിൽ ചെയ്യുന്നത്, അത് FBA വഴി ചെയ്യണമെങ്കിൽ ഇവിടുന്ന് FBAക്ക് അയക്കാനുള്ള ചാർജസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാനായിട്ട്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് പേപ്പറിലൊക്കെ എഴുതി കൂട്ടുമ്പോൾ സംഭവം കുഴപ്പമില്ല, 100 രൂപയ്ക്ക് കിട്ടിയ സാധനം 200 രൂപയ്ക്ക് വിൽക്കുകയാണ്, 100 രൂപ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് തോന്നും. പക്ഷേ ലാസ്റ്റ് ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന സംഭവം നെഗറ്റീവ് ആയിരിക്കും, പ്രത്യേകിച്ച് പ്രോഫിറ്റ് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഈ ഷോപ്പിഫൈ ഇത് ഏകദേശം സ്ഥിതി അത് തന്നെയാണ്. നമ്മൾ ഷോപ്പിഫൈ വിചാരിക്കുമ്പോൾ സ്വന്തം വെബ്സൈറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. ഷോപ്പിഫൈ ചെയ്തവർക്ക് അറിയാം എന്തൊക്കെ ചാർജസ് അതിനകത്ത് ഉണ്ട് എന്ന്. അപ്പോൾ എല്ലാത്തിനും കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഓഫ്ലൈൻ പോലെയല്ല, പ്രൈസ് ഇടാനായിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ സംഭവം വളരെ ലോസിൽ പോകും. മെല്ലെ മനസ്സിലാവുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവില്ല, അതാണ് ഇതിൻ്റെ വേറൊരു കുഴപ്പം. കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഈ സംഭവം കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുന്നതും ലോസിലാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രൈസ് ഇടാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഷോപ്പിഫൈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് നോക്കുക. നമ്മളിത് എൻ്റെ ഒരു കോഴ്സ് കൂടിയോണ്ട് നിങ്ങൾ വിജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ എങ്ങനെ വിൽക്കാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് 3 പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് എങ്ങനെ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാനായിട്ട് പറ്റും, A to Z കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കുക. ഓക്കെ, ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്.